തരിപ്പണമാക്കിയ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പരിപാടികൾ നമ്മൾ കോൺഗ്രസ് ആണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ UDF കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്, വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. 2016-ലും 2021-ലും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന, അപ്പുറത്തായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷമാണ് നല്ലത്, ഇടതുപക്ഷം വന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന നല്ല ചിന്തയിൽ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന നൂറുകണക്കിന് ആളുകൾ ഈ UDFന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും, ഉറപ്പാണ്. എല്ലാവരും നമ്മളെ ബന്ധപ്പെട്ടു. നമ്മളെക്കാൾ വലിയ ആഗ്രഹത്തോടു കൂടി ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. കാരണം ഇവർ തീവ്ര വലതുപക്ഷമാണ്. നമ്മളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം, ഇവര് തീവ്ര വലതുപക്ഷമാണ്. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രസ്ഥാനം UDFും കോൺഗ്രസുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. വർഷങ്ങളായി CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രചാരകരായിരുന്ന ഇടതുപക്ഷ സഹയാത്രികർ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. വിസ്മയങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFിലും BJPയുടെ NDAയുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുമാത്രമല്ല, ഇൻഡിവിജ്വൽസ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. വെറുതെ അല്ല 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത്. ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDFന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയും. നമ്മളെല്ലാവരും ഒരു മിനിറ്റ് വിശ്രമിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിറങ്ങുമ്പോൾ ഫോൺ ഉപയോഗിച്ച് പ്രവർത്തനം തുടങ്ങണം. ട്രെയിനിലിരിക്കുമ്പോഴും കാറിലിരിക്കുമ്പോഴും നാളെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരണം. നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ മോഹനൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു വീട്ടുകാരെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞു. കർണാടകത്തിൽ നിന്നും AICC സെക്രട്ടറിയായ മോഹനും ശ്രീ അറിവഴകനും മൻസൂർ അലിഖാനും ശ്രീമതി ദീപ മാഡവും എല്ലാം എത്രയോ ദിവസമായി അവരുടെ വീട്ടുകാരെ കണ്ടിട്ട്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചലിക്കാതിരുന്നാലോ, നമ്മൾ പ്രവർത്തിക്കാതിരുന്നാലോ, വീട്ടുകാർ വിളിക്കുമ്പോൾ ഇവരെ പറ്റി ഓർത്താം. അവരെല്ലാം ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി പോകണം. ഇനി വേറെ ഒരു ചിന്തയില്ല. പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ രാഹുൽ ഗാന്ധിയുടെ, ഖാർഗെജിയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണുഗോപാൽ എല്ലാ നേതൃത്വത്തിൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ CPM പറക്കുന്ന ഒരു നെറേറ്റീവ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഭയങ്കര അടിയാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടു VD സതീശൻ നല്ല പടം, ഇത്ര പടം എൻ്റെ കയ്യിലില്ല, ഇദ്ദേഹം മുഖ്യമന്ത്രിയാവില്ല, സപ്പോർട്ട് ചെയ്യാന്ന് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ല ആർക്കാണെങ്കിലും. ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം ആ പടത്തിൽ സണ്ണി ജോസഫാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായ എങ്ങനെ ഇരിക്കും? അതേ ആളുകളാണ്. അതിൻ്റെ പിറ്റേ ദിവസം സുധാകരേട്ടൻ്റെ പടമാണ്, പിന്നെ KC വേണുഗോപാലിൻ്റെ പടം, പിന്നെ ഒരു ദിവസം വിഷ്ണുവിൻ്റെ പടം, പിന്നെ ഷാഫിയുടെ പടമുണ്ട്, കുറേ പേരുടെ പടം, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും, മുരളിയേട്ടൻ്റെ ഉണ്ട്. സെയിം ആളുകളാണ് ഇതിടുന്നത്. എന്താണെന്നറിയാമോ? CPMന്റെ തന്ത്രമാണ്. ഈ മെസ്സേജ് കൊടുക്കണം. ഏത് കോൺഗ്രസിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിന്. നിങ്ങൾ പ്രചരണം നടത്തിക്കോ. പക്ഷേ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ്. ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരാൾ പോലും പിണങ്ങില്ല, ഒരാൾ പോലും വഴക്കിടില്ല, ഒരാൾ പോലും തർക്കിക്കില്ല. ഞങ്ങളൊരു ടീമായി, ഞങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയവും വേണ്ട. അതൊക്കെ പാർട്ടി. ഇന്ന് ഒരു ചാനലിലെ വാർത്ത വന്നു, ഒരു റോജിനെ എടുത്തു പറഞ്ഞു രാവിലെ, ഇന്ന് ഇവിടെ 70 സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, ഇവ പ്രഖ്യാപിക്കും. അപ്പം നമ്മൾ അതൊന്നും ചർച്ച ചെയ്തിട്ട് പോലുമില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം അവരെന്ത് ചെയ്യും? നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം അത് തീരുമാനമായില്ലെന്ന്
കോൺഗ്രസിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കന്മാർ അവരവരുടെ ആളുകളെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തീരുമാനമായില്ല. ഇന്നത്തെ രാത്രി ചർച്ച അതാണ്. ഞാനൊരു കാര്യം, ഞാൻ വേറെ പണി ചെയ്തതിന് പകരം ഞാൻ ഗോവിന്ദൻ മാഷിന്റെ പടം കൊടുപ്പിച്ചു നമ്മുടെ ആളിനെ കൊണ്ട്. ഇദ്ദേഹം മുഖ്യമന്ത്രി ആയാലും എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. EP ജയരാജന്റെ പടം കൊടുത്ത് എന്താ കുഴപ്പമുണ്ടോ പുള്ളിക്ക്? മുഖ്യമന്ത്രിയായ EP ജയരാജൻ മുഖ്യമന്ത്രിയായ എന്താ കുഴപ്പം? മുഖ്യമന്ത്രി ആയല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ MA ബേബിയുടെ പടം. ഇനി നമ്മൾ അങ്ങനത്തെ പണി ചെയ്താൽ അതെല്ലാം കൊടുത്തേക്കണം. തോമസ് ഐസക്കിന്റെ പടവും കൊടുത്തേക്കണം. അതിനൊക്കെ പണം കൊടുത്തേക്കണം. ഒരു നേതാക്കന്മാരല്ലേ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായിട്ടുള്ള ആളല്ലേ. അതിനൊക്കെ പണി അതാണ്. ആ പണിയിലൊന്നും നമ്മൾ വീഴരുത്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, ഇത് നമ്മളെ ഒന്നും പറയാനില്ല UDF കുറിച്ച്. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, ഇത് വെറും UDF അല്ല, ടീം UDF ആണ്. അപ്പുറത്ത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന LDF ആണ്. നമ്മളെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനമൊക്കെ നടത്തി നമ്മളെ സഹായിക്കുന്ന കുറേ ആളുണ്ട്. അവരൊക്കെ ആ പത്രസമ്മേളനങ്ങൾ തുടരണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിലേറ്റും. കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ക്യാമ്പ് ഗംഭീരമായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയും. ക്യാമ്പ് ഡെലിഗേറ്റ്സ് സീറ്റിൽ തന്നെ ഉണ്ടാവണേ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ ദ്വിദിന ക്യാമ്പിന് സമാപനം കുറിക്കുകയാണ്. സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലൊപ്പം നേതാക്കളെയാണ്, പ്രവർത്തകരെയല്ല നേതാക്കളെ തന്നെ ആത്മവിശ്വാസത്തിലും ആവേശവും കൊള്ളിക്കുന്ന തരത്തിലാണ് VD സതീശൻ സംസാരിച്ചത്. CPM അല്ല, LDF അല്ല, യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണ്, UDF ആണ്, കോൺഗ്രസ് ആണ് എന്ന് പറയുകയായിരുന്നു VD സതീശൻ. ഒപ്പം ഇനി ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. വേറെ ചിന്തയില്ലാതെ വിശ്രമമില്ലാതെ പോരാട്ടത്തിന് ഇറങ്ങണമെന്ന ആഹ്വാനമാണ് നേതാക്കൾക്ക് നൽകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒപ്പം നേതൃത്വ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തർക്കങ്ങളില്ല, നേതാക്കൾക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. അത്തരത്തിലൊരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലെ വീണു പോകാതിരിക്കുക, അതിനൊക്കെ പിന്നീട് സമയമുണ്ട്. 100 സീറ്റ് അല്ലെങ്കിൽ 100-അധികം സീറ്റുകൾ UDF എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അഭിമാനത്തോടെ ടീം UDF ഈ വലിയ വിജയം നേടും എന്ന ആത്മവിശ്വാസം പറയുന്നു. കോൺഗ്രസിൽ ഈ നേതൃസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാൻ കാരണം അത് അത്രയേറെ നേതാക്കളാൽ സമ്പന്നമാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്നതുകൊണ്ടാണ് എന്നുകൂടി VD സതീശൻ പറയുന്നുണ്ട്. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം കൈമുതലാണ്. അതിൽ നിന്നാണ് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തുമെന്നും അടുത്ത തവണ അധികാരത്തിലെത്തും. 2026-ൽ UDF 100-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം നേതാക്കളെ ഉൾപ്പെടെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലാണ് VD സതീശന്റെ ഇപ്പോഴത്തെ പ്രസംഗം അവസാനിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.